Hello guys, Assalamu alaikum. Welcome back to my channel Annu's Kitchen Lab. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെക്സിക്കൻ സലാഡാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. വാൾനട്ട്, ടൊമാറ്റോ, ലെമൺ, കുക്കുംബർ, കൊറിയൻഡർ ലീഫ്, പിന്നെ എടുക്കുന്നത് ലെറ്റ്യൂസ് ആണ്. അപ്പം ആദ്യം ലെറ്റ്യൂസ് ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ലെറ്റ്യൂസിൻ്റെ ഗുണങ്ങൾ പറയുന്നെങ്കിൽ വിറ്റാമിൻ സി, അയൺ, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനെല്ലാം നല്ലൊരു സാധനമാണ് ലെറ്റ്യൂസ്. ലെറ്റ്യൂസ് മുറിച്ചതിന് ശേഷം നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി ഞാനിപ്പോൾ 2 തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. തക്കാളി നല്ല ചെറുങ്ങനെയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അരിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബർ നമ്മൾ സെയിം ആയിട്ട് തന്നെ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം കുക്കുംബറിൻ്റെ വിറ്റാമിൻ അറിയുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ബി, സി ഇതൊക്കെ കുക്കുംബറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു സാലഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റിലേക്കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ അന്നൂസ് കിച്ചൺ ലാബ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് വാൾനട്ടാണ്. വാൾനട്ട് നിങ്ങൾക്ക് വാൾനട്ട് അല്ലാണ്ട് പീനട്ടും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാൾനട്ടാണ്. വാൾനട്ടിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിന് നല്ലതാണ്, അതുപോലെ തന്നെ ബ്ലഡിന്, അങ്ങനെ പല ഇതുമുണ്ട് വാൾനട്ടിന്. വാൾനട്ട് നമ്മൾ നേരത്തെ വെജിറ്റബിൾസൊക്കെ മുറിച്ച പോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് മുറിക്കാനുള്ളത് കൊറിയൻഡർ ലീഫ്, മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും നമ്മൾ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒരു ലെമണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. സ്ക്വീസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയാണ്. അത് ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ക്വീസ് ചെയ്ത് വെച്ച ലെമണിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുമിൻ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് സോൾട്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒലിവ് ഓയിൽ ഞാനിപ്പം 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒലിവ് ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം സാലഡിന് ടേസ്റ്റ് കൂടുതൽ, അതുപോലെ തന്നെ ഹെൽത്തി ആവൽ ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾ ബൗളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ്ചറില്ലേ ലെമണിൻ്റെ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു സാലഡിനൊരു എരിവിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കാരണം ചില ആൾക്ക് എരിവ് ഇഷ്ടമില്ല, അങ്ങനെയല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പറും കൂടി കുറച്ച് ആഡ് ചെയ്താൽ മുഴുസേ നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമാണ്. കിടക്കാച്ച് ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. അപ്പം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.